ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഇങ്ങനെ ഒരു കയ്യിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് ആക്കാറാണ് നിങ്ങളുടെയൊക്കെ ഒരു വിചാരം. അപ്പം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നൊരു അസുഖത്തെക്കുറിച്ചാണ് കേട്ടോ. അപ്പം പൊതുവേ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു അസുഖമാണ്. എല്ലാവരുടെ ഇടയിൽ ഇപ്പോൾ ഉള്ളൊരു അസുഖമാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഇത് എന്താണ് എങ്ങനെയാണ് സംഭവം എന്ന് ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ പിക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യെ ബാധിക്കുന്ന ഒരു സാധാരണ പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇത് നമുക്ക് സ്ത്രീകളിലാണ് കേട്ടോ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പക്ഷേ പുരുഷന്മാരിലും ഉണ്ട്. നമ്മുടെ IT പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരിലൊക്കെ നമുക്ക് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം കാണപ്പെടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൈ തരിപ്പ്, വേദന, ബലക്കുറവ്, പിന്നെന്താ നമുക്കൊരു ഇതിൻ്റെ കൈയിൻ്റെ ഉള്ളിൽ കൂടെ ഒരു എന്താ പറയുക കുത്തി തെറുപ്പ് അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനത്തെ ടൈപ്പൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി മാറുകയാണ് കേട്ടോ ഇത് പതിയെ പതിയെ ആവുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് നമ്മളുടെ കൈകളിലെ മീഡിയൻ നെർവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പം അതിൻ്റെ കംപ്രഷനാണ് കേട്ടോ. അപ്പം അത് കൂടുന്തോറും നമ്മളുടെ കൈകളിലേക്കുള്ള ബലക്കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ പിക്കിൽ കാണുന്ന പോലെ ഈ എന്താണ് തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, പിന്നെ ഈ മോതിരവിരലിൻ്റെ പകുതി എന്നീ ഭാഗങ്ങളിലാണ് കേട്ടോ നമുക്ക് ഇത് കൂടുതലായിട്ടും ബാധിക്കുന്നത്. പിന്നെ മോതിരവിരലിൽ നമുക്ക് അധികം ഒന്നും ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. മറ്റുള്ള 3 വിരൽ ഫുള്ളായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവുക. നമ്മുടെ ഈ റെഡ് മാർക്കുള്ള ഭാഗത്ത് ഒരു ടണലിൻ്റെ നമ്മൾ കാർപ്പൽ ടണൽ എന്ന് പറയും, അതിലൂടെ മീഡിയൻ നാടി പോകുന്നുണ്ട്. റെഡ് മാർക്ക് ചെയ്ത ഭാഗത്ത് ഒരു ടണലുണ്ട്, ഒരു ടിഷ്യൂ ആണ്. കാർപ്പൽ ടണൽ പറഞ്ഞാൽ ചെറിയൊരു ടിഷ്യൂ ആണ്. അതിൻ്റെ കട്ടി കൂടി വരുന്നതാണ് നമ്മുടെ കൈകളിലേക്കുള്ള നമ്മളുടെ തൊട്ടാലറിയുന്ന സ്പർശം അറിയുന്ന സംഭവങ്ങളൊക്കെ ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പം നെർവുകൾ, അപ്പം ഈ ടിഷ്യൂ ടൈറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ നെർവുകളും ടൈറ്റായി വരും. അപ്പോൾ നമ്മളുടെ കൈകളിലേക്കുള്ള രക്തക്കുറവും, രക്തക്കുറവ് മീൻസ് രക്തം പാസ് ചെയ്യണം കേട്ടോ, അതും കുറയും. പിന്നെ പോരാത്തത് നമ്മളുടെ കൈ പതിയെ സ്പർശം അറിയാതെ കൂട്ടും, നമ്മൾ തൊടുന്നതൊന്നും അറിയാത്ത രീതിയിലായി മാറും. പിന്നെ നമ്മുടെ ഒരു ജസ്റ്റ് നമ്മൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കത്തി പിടിക്കാൻ ഒന്നിനും നമുക്ക് പേപ്പർ എടുക്കാൻ വരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകാൻ കൈ കടഞ്ഞ് കയറും കേട്ടോ. ഇതിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും എന്തോ എക്സ്പീരിയൻസ് ഉള്ള മാതിരി. എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നറിയാം, അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ ടിഷ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ സംഭവം. ഈ ടിഷ്യൂ ടൈറ്റായി വരുമ്പോൾ നമുക്ക് ഒരു റെഡ് മാർക്ക് കാണുന്നില്ല, അതാണ് കേട്ടോ നെർവ്, നമ്മളുടെ വിരലുകളിലേക്ക് പാസ് ചെയ്യുന്ന നെർവാണ്. ഇത് കണ്ടാലറിയാം, ഈ യെല്ലോ മാർക്ക് ഉള്ളവർക്ക് ഈ തള്ളവിരലും, മോതിരവിരലും, പിന്നെ നടുവിരലും, പിന്നെ ചൂണ്ടുവിരലും ഒക്കെയാണ് ഈ നെർവുകൾ പാസ് ചെയ്യുന്നത്. അപ്പം ഇതിവിടെ ടൈറ്റ് ആവുമ്പോൾ നമ്മളുടെ കൈകളിലേക്കുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ചുരുങ്ങി വരും കേട്ടോ. അപ്പം നമ്മുടെ ഈ തമ്പിൻ്റെ മസിൽസിലെ അതിൻ്റെയൊക്കെ കട്ടി കുറഞ്ഞ് വരും കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. അപ്പം ഇത് റിലീസ് ചെയ്ത് വിടുക എന്നല്ലാതെ ഇതിനൊരു മാർഗ്ഗവും ഇല്ല കേട്ടോ. സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാബ്ലറ്റിലൂടെയും അങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ഈ ടിഷ്യൂ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടാൽ നമ്മളുടെ ഈ പ്രോബ്ലം തീരും കേട്ടോ. കാർപ്പൽ ടണലിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് തീരും. അല്ലാതെ വേറൊരു സൊല്യൂഷൻ നമുക്ക് ഇതുവരെ ഇതിന് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഇതുണ്ടായി കഴിഞ്ഞാൽ, ഇത്ര കൂടിക്കഴിഞ്ഞാൽ എന്തായാലും ഈ സർജറി നിർബന്ധമാണെന്നാണ് എൻ്റെ ഒരു അറിവ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. കാർപ്പൽ ടണൽ സിൻഡ്രോം എത്രത്തോളം സ്ട്രോങ് ആണെന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നെർവ് കമ്പൽ സ്റ്റഡി പറയുന്ന ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിനുള്ള ടെസ്റ്റാണ് ഈ നെർവ് കമ്പൽ സ്റ്റഡി പറയുന്നത്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ടെസ്റ്റ് പറയുന്നത്. ഏകദേശം ഈ രൂപമാണ് ഉണ്ടാവുക. നമ്മുടെ ഇലക്ട്രിക് സിഗ്നൽസ് എത്രത്തോളം സ്പീഡിലാണ് നമ്മൾ നെർവിലൂടെ പാസ് ചെയ്യണത്, എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ബ്ലോക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക്
സർജറി നിർബന്ധമാണ്. സർജറി അറിയാനൊന്നുമില്ല, ചെറിയ കുഞ്ഞു സർജറിയാണ് കേട്ടോ, പേടിക്കാൻ മാത്രമൊന്നുമില്ല. 1-2 സ്റ്റിച്ച് ഏറിപ്പോയി, ഒരു 4 സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. ഒരു കുഞ്ഞ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്തായിട്ട് ചെറിയൊരു സർജറിയാണ് നമുക്കിതിന് ആവശ്യമുള്ളത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺ സർജറി ഉണ്ട്, കീ ഹോൾ സർജറിയും ഇതിന് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇത് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് സർജറി നിർബന്ധമാണ്. അതല്ല സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എക്സസൈസിലൂടെയും പിന്നെ തെറാപ്പിയിലൂടെയൊക്കെ മാറ്റാവുന്നുള്ളൂ കേട്ടോ. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല. പക്ഷേ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പമില്ല വിചാരിച്ച് അങ്ങനെ പോകും തോറും ഇത് സ്ട്രോങ് ആവും. ജസ്റ്റ് ഡോക്ടറെ കാണിച്ച് ഇതിനുള്ള മെഡിസിൻസൊക്കെ കഴിച്ചാൽ ഓക്കെ ആവും, റിക്കവർ ആവും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. കാരണം ഞാൻ കാണിച്ചു കൊടുത്തോളം ഡോക്ടർമാർ പറഞ്ഞത് ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറിയിരുന്നു, ഇല്ല ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്, അതുകൊണ്ട് സർജറി ഇല്ലാതെ നിവർത്തിയില്ല എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഓർത്തോനെ കാണിക്കുക, ഇതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക കേട്ടോ. അപ്പം ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത പരിപാടിയാണ് കേട്ടോ. ഇലക്ട്രിക് പാസിങ് എന്ന് പറയുമ്പോൾ ചെറിയൊരു വേദനയും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ചെറിയൊരു തരിപ്പുണ്ടാവും, അല്ലാതെ വേദനയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും കേട്ടോ. അപ്പം ഇതാണ് നമുക്ക് ഇതിൻ്റെ സ്ട്രോങ് ആണല്ലേ എന്നൊക്കെ അറിയാനുള്ള, കാർപ്പൽ ടണൽ എത്രത്തോളം ഉണ്ട് എന്നറിയാനുള്ള ഏക സൊല്യൂഷൻ കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ നമുക്ക് കാർപ്പൽ ടണലിന് സ്റ്റാർട്ടിങ്ങിലുള്ള എക്സസൈസ് എന്ന് പറയുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ നമുക്ക് ചെറിയ രീതിക്കാണ് കാർപ്പൽ ടണൽ എന്നുള്ളത് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ. ഒരു 10-20 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് റിക്കവർ ആവും. പക്ഷേ കൂടാതെ നോക്കുക, സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിലാണ് റെഡി ആവുള്ളൂ. അപ്പം ഈ കാണുന്ന എക്സസൈസൊക്കെ നമ്മൾ ഡെയിലി ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ മാറ്റങ്ങളുണ്ടാവും. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിന് ഒരു സുഖം കിട്ടും. മീൻസ് ഒരു കടച്ചിലും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാവും, കുറേ റിക്കവറായ ഫീൽ ഉണ്ടാവും കേട്ടോ. നമ്മളുടെ കാർപ്പൽ ടണലിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവും കേട്ടോ. നമ്മളുടെ തമ്പിൻ്റെ മസിൽസൊക്കെ ഈ രീതിക്കായി മാറും. ഇവിടുത്തെ നമ്മൾ നോർമലി ഉണ്ടാവണ ഇതുപോലത്തെ കട്ടിയൊക്കെ ഇങ്ങനെ ചുരുങ്ങി ഈ രീതിക്ക് ഔട്ടോ. ഇതിൻ്റെ മസിൽസിൻ്റെ പവറൊക്കെ കുറഞ്ഞുകാണ്ടും ഇത് പറയുന്നത് എക്സ്ട്രീം ലെവലാണ് കേട്ടോ. ഇതിൻ്റെ നമ്മൾ സ്ട്രോങ് ആയി നമ്മളൊന്നും ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാതാവുമ്പോഴുള്ള ലെവലാണ് ഇത്. ഇത് പിന്നീട് ഒരിക്കൽ നമുക്ക് റിക്കവറായി കിട്ടൂല കേട്ടോ. ഈ മസിൽസ് റിക്കവറായി കിട്ടൂല. കാർപ്പൽ ടണൽ നമുക്ക് മാറ്റാൻ പറ്റും, പക്ഷേ ഈ മസിൽസ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റിക്കവർ ആക്കാൻ പറ്റൂല കേട്ടോ. ഇത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, എന്നോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് എടുത്ത അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളുടെ കാർപ്പൽ ടണൽ പറയുന്നത്. ഇതൊരിക്കലും നമുക്ക് പേടിക്കാനുള്ള ഒരു സംഭവമല്ല, പക്ഷേ ഇത് ചെറിയൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാർപ്പൽ ടണൽ എന്ന് പറയുന്നത്. അപ്പം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണിച്ച്, പെട്ടെന്ന് പറഞ്ഞാൽ എത്രത്തോളം നേരത്തെ കാണിക്കുന്നോ അത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ് വരും കേട്ടോ. അപ്പം എൻ്റെ വീഡിയോന്ന് ഇതൊക്കെ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു. ഇതാണ് കേട്ടോ എൻ്റെ കൈ എന്ന് പറയുന്നത്. ഇതെൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്കാണ്. അപ്പം ഇതാണിപ്പോൾ എൻ്റെ കൈയിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇത് ഫുള്ളിൻ്റെ റിക്കവറായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം തരിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. സർജറി ചെയ്തു എന്ന് കരുതി നമ്മളുടെ കയ്യിൽ ഒരുപാട് പാടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇതെനിക്ക് ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ടൊരു 3 മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ജനുവരി കഴിഞ്ഞതിന് ശേഷമാണ്, ജനുവരി ലാസ്റ്റിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഏകദേശം ഒരു 3 മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പം ഒരു ബുദ്ധിമുട്ടില്ല. ടോട്ടൽ 4 സ്റ്റിച്ചാണ് ഉണ്ടായിരുന്നത്. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് നമ്മളുടെ സർജറി കഴിയുകയും ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് അഡ്മിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ പോരാവുന്നതാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മളൊരു ഒബ്സർവേഷൻ അവിടെ വെക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീട്ടിലോട്ട് പോരാവുന്നതാണ് കേട്ടോ.
ഇതാണ് കേട്ടോ ഇപ്പോൾ സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റിച്ചോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. നമ്മളിങ്ങനെ നോക്കുന്നതിനനുസരിച്ച് മനസ്സിലാവുള്ളൂ. എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൈമ ചെറിയൊരു മുറിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് എന്താണ് ഗ്ലൗസ് ഇട്ടിട്ടുള്ളത് യൂസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അത് ഇതാണ് കേട്ടോ എൻ്റെ കൈമ ഉണ്ടായിരുന്ന മുറി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ എല്ലാ പണികളും ഈ കൈ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സർജറി കഴിഞ്ഞു വിചാരിച്ച് 15 ദിവസം മാത്രമാണ് നമുക്ക് ഇതിൻ്റെ റെസ്റ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞത്. ഏറിപ്പോയ ഒരു 20 ദിവസമാണ് നമ്മളുടെ റെസ്റ്റിംഗ് പീരീഡ് കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈ വെച്ച് ചെയ്യാവുന്നതാണ്. വെയിറ്റ് പൊക്കാവുന്നതാണ്. പിന്നെന്താ നോർമലി എന്ത് ചെയ്യുന്നു നമ്മളുടെ പഴയ കൈ വെച്ച് നമ്മൾ എന്ത് ചെയ്തു അതുപോലെ തന്നെ സർജറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു പ്രശ്നമില്ല. കൈ നമുക്കിങ്ങനെ കുത്താനും ഒക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഫസ്റ്റ് എന്തായാലും നമ്മളൊരു ശരീരം കീറി മുറിച്ചതാക്കിയല്ലേ, അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാതെ നമ്മളുടെ കൈ കൊണ്ട് നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പം ഞാൻ നോർമലി ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണും, ഞാൻ കൈ നല്ല അമർത്തിയിട്ട് തന്നെയാണ് ഞാൻ പ്രസ് ചെയ്യണത്. ഒരു ബുദ്ധിമുട്ട് എനിക്കില്ല. എനിക്ക് ഒരു മാസത്തോളം അങ്ങനെ പ്രസ് ചെയ്യുമ്പം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു കോഴി ഫാം ഉണ്ട്. കോഴി ഫാമിൽ ഏകദേശം എല്ലാ പരിപാടിയും ഞാൻ ഈ കൈ വെച്ച് ചെയ്യാറുണ്ട് കേട്ടോ. സർജറി കഴിഞ്ഞതിന് ശേഷം ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാലറിയാം, ഒരുവിധം എല്ലാതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നമുക്ക് തട്ടുമ്പം നമ്മുടെ ഈ മേലത്തെ ടിഷ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ മാറിക്കഴിഞ്ഞാലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ സ്കിന്ന് മാറിയതിൻ്റെയും ഒക്കെ ചെറിയ എവിടെയെങ്കിലും ഈ ഭാഗം മാത്രം തട്ടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, ചെറിയൊരു പെയിൻ ഉണ്ടാവും. അല്ലാതെ വേറൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ ബുദ്ധിമുട്ടില്ല എന്ന് പറയും ചെയ്യുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറയും ചെയ്യുക, അങ്ങനെയല്ല. നമ്മളൊരു സർജറി കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ റെസ്റ്റ് എടുക്കലുണ്ട്, ആ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേർക്ക് ഇത് വീണ്ടും തിരിച്ച് വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. പക്ഷേ ഞാൻ ഈ ഡൗട്ട് ഞാൻ എൻ്റെ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമ്മൾ സർജറി കഴിഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് കൈ അടക്കി ഒതുക്കി നമുക്ക് ഇനിയും വരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പതുക്കെ നമ്മൾ അനങ്ങാതെ പണിയൊന്നും എടുക്കാതെ നിൽക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ ആ ടിഷ്യൂ വീണ്ടും കട്ടിയായി വരും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള കാർപ്പൽ ടണൽ പറഞ്ഞിട്ട് സംഭവം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അത് കട്ട് ചെയ്യുന്ന രൂപം കാര്യങ്ങളൊക്കെ. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പണിയെടുക്കാതെ കൈ അനക്കാതെ വെച്ചാൽ അത് വിചാരിച്ച് നല്ല വെയിറ്റുള്ള പണി കാര്യങ്ങളെടുക്കാൻ നല്ല പണി എടുക്കാൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ആക്കിക്കാണ്ട് എക്സസൈസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ വീഡിയോയിൽ കാണിച്ച എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പണി തന്നെ എടുക്കണമെന്നൊന്നുമില്ല. അപ്പം നമ്മൾ കൈ അനക്കാതെ നിൽക്കും തോറും ആ ടിഷ്യൂ വീണ്ടും കട്ടിയാവും. അപ്പം നമ്മുടെ കാർപ്പൽ ടണലിൻ്റെ പ്രോബ്ലം വീണ്ടും റീസ്റ്റാർട്ട് ആവും കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, വേറൊരു കുഴപ്പം വരില്ല കേട്ടോ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പണി എടുത്തിട്ടാണ് ഈ പ്രോബ്ലം വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം പണിയെടുക്കാതെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഈ പ്രശ്നം വരുന്നത്. എനിക്ക് ഈ പ്രശ്നം വന്നത് എൻ്റെ പ്രഗ്നൻസി പീരീഡിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ വെയിറ്റ് കൂടുന്നതും ഇതിൻ്റെ ഒരു കാരണമാവും കേട്ടോ. കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, മുട്ട, നെയ്യ്, ഇത് മാക്സിമം നമ്മളിങ്ങനെ അസുഖമുള്ളവർ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഇത് കൂടുന്തോറും നമ്മുടെ വെയിറ്റും കൂടും, ഇവിടെ കൊഴുപ്പ് അടിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടും കൂടും കേട്ടോ. മാക്സിമം നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ നല്ല രീതിക്ക് കൈ എക്സസൈസ് ചെയ്യുക കേട്ടോ. എൻ്റെ കൈ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെയൊക്കെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ടി കുറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുണ്ട് എന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. എങ്ങനെ ഇത്ര പിടിച്ചു നിന്നു എന്നാണ് എന്നോട് ചോദിച്ചത്. കാരണം അത്രത്തോളം എൻ്റെ ടിഷ്യൂ കട്ടിയായിട്ട് ഡോക്ടറിന് കട്ട് ചെയ്യാൻ വരെ ബുദ്ധിമുട്ടായിട്ടോ. നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, ഡോക്ടർ പറഞ്ഞു നല്ല കട്ടിയായിട്ടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം മാക്സിമം ഞാൻ അത്രത്തോളം എൻ്റെ ഡെലിവറി കഴിയിട്ട് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു ഇതിനുകൊണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കാണിച്ച് ഇതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താം കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും നമുക്ക് വേദനയും കാര്യങ്ങളും സഹിക്കും വേണ്ട. ഈ അടയാളങ്ങളൊക്കെ നമുക്ക് പതുക്കെ മാറി വരും കേട്ടോ. ഇങ്ങനെ ഈ സ്റ്റിച്ചിൻ്റെ അടയാളങ്ങളോ കാര്യങ്ങളൊന്നും നമുക്ക് പതുക്കെ കാണാതായി പോവും. അതെല്ലാം തന്നെ നമുക്ക് കീ ഹോളായിട്ടുള്ള ഇവിടെ മാത്രം ജസ്റ്റ് ഇവിടെ മാത്രം കട്ട് ചെയ്തിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. ഞാൻ ഇതാണ് തിരഞ്ഞെടുത്തതെന്നുള്ളൂ.
പിന്നെ എൻ്റെ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിരുന്ന ബഷീർ ഡോക്ടറായിരുന്നു. ഇപ്പം അദ്ദേഹം മലപ്പുറം ബ്ലോക്കിലാണ് കേട്ടോ ഉള്ളത്. അപ്പം ഡോക്ടറെ ക്ലിനിക്ക് ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഡോക്ടർ ബഷീർ ഓർത്തോൻ്റെ ആണ് കേട്ടോ ഡോക്ടർ. അപ്പം അദ്ദേഹത്തിന് ഡോക്ടർ ചില ആൾക്കാർക്ക് സർജറി പേടിയുള്ളവരുണ്ട്. കാരണം ഇത് വീണ്ടും വരും വിചാരിച്ചിട്ടാണ്. ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. സർജറി കഴിഞ്ഞ് എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് പറ്റുകയെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സർജറി പേടിച്ചിട്ട് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാം. ഒരു ബുദ്ധിമുട്ടുമില്ല, കാര്യങ്ങളുമില്ല. നല്ല ഡോക്ടറെ കാണുക, സർജറി ചെയ്യുക കേട്ടോ. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർമാരെ കണ്ടിട്ട് നമുക്ക് സർജറി ചെയ്യാവുന്നതാണ്. ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഡോക്ടർമാർ പറയുന്നതിനനുസരിച്ച് സർജറി വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ കാർപ്പൽ ടണലിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഓക്കെ, ബൈ ഗായ്സ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.